ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മധ്യപൂർവേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം നിലച്ച പശ്ചാത്തലത്തിലാണ് നീക്കം. ഇറാൻ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടു എന്ന വാർത്ത വരുമ്പോൾ അത് ഇന്ത്യയിലും ഉത്കണ്ഠയുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണ കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വീണ്ടും തുടങ്ങാനാണ് ഇന്ത്യയുടെ ആലോചന എന്നാണ് വിവരം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ ചേരുകയാണ്. ബൽറാം, എന്തായാലും ഇന്ത്യക്ക് മറ്റു വഴിയില്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഈ ഒരു സാഹചര്യം മുതലെടുത്ത് റഷ്യ എണ്ണ വില കൂട്ടുമോ എന്നുള്ളതും മറ്റൊരു കാര്യം. SKN, ഈ ഇന്ത്യ US സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഈ US സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ കുറച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് രാജ്യം കടന്നിരിക്കുന്നത്. ഈ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളുടെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ആ ഒരു യോഗത്തിലാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള വിവിധ മാർഗങ്ങൾ ചർച്ചയായത്. അതിൽ ഉയർന്നു വന്ന ഒരു മാർഗമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ അതിനു മുമ്പായി ഈ ഒരു കരാറിന്റെ പശ്ചാത്തലത്തിൽ US-ഉമായി ഇക്കാര്യം ആശയവിനിമയം നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശവും ഈ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്ന പ്രധാനമായും ചർച്ചയായത് പ്രാഥമിക പരിഗണന നൽകേണ്ടത് ഗാർഹിക ഉപയോഗത്തിനുള്ള ഇന്ധനത്തിന്റെ വിതരണത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ കയറ്റുമതി ഒഴിവാക്കിക്കൊണ്ട് ആഭ്യന്തരമായുള്ള വിതരണം ശക്തിപ്പെടുത്താൻ സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശം നൽകാനുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഗ്യാസ് സിലിണ്ടറുകളായാലും പൈപ്പ് വഴിയുള്ള പാചകവാതക വിതരണവും അത് നിലയ്ക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും അതിന് പ്രാഥമിക പരിഗണന നൽകേണ്ടതുണ്ട് എന്നുമുള്ള ഒരു നിർദ്ദേശം ഉയർന്നിരിക്കുന്നു. കൂടാതെ നിലവിൽ ഇന്ത്യൻ തീരത്തിന് സമീപമുള്ള എണ്ണ ടാങ്കറുകളുടെ എണ്ണ ഉൾപ്പെടെ വാങ്ങുന്നത് അത്രത്തോളം വലിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം എന്നുള്ളത്. എന്നാൽ അതിനു മുമ്പായി US-ഉമായുള്ള ആശയവിനിമയവും ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.